നമസ്കാരം. ലോണും പലിശയും നിത്യ ജീവിതത്തിലെ ഭാഗമായി കഴിഞ്ഞു. ഇവയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും മത്സര പരീക്ഷകളിൽ നിത്യ കാഴ്ചയായി. സാധാരണ പലിശയും കൂട്ടുപലിശയും കഴിഞ്ഞയാഴ്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. സാധാരണ പലിശയും കൂട്ടുപലിശയും കെട്ടുപിണഞ്ഞു വരുന്ന കണക്കുകളാണ് മത്സര പരീക്ഷകളിൽ കൂടുതലായും കണ്ടുവരുന്നത്. രണ്ട് സമ്പ്രദായങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുറച്ചാലേ ഇത്തരം കണക്കുകളെ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കാണാൻ സാധിക്കുകയുള്ളൂ. 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞയാഴ്ച പരിശോധിച്ചു. കൂട്ടുപലിശ രീതിയിൽ 1-ാം വർഷത്തെ പലിശ കൂടി 2-ാം വർഷം മുതലിൻ്റെ കൂടെ ചേർക്കും. 2-ാം വർഷം പലിശ കണക്കാക്കുന്നതിന് ഈ കൂടിയ മുതലാണ് ഉപയോഗപ്പെടുത്തുന്നത്. 1-ാം വർഷത്തെ പലിശയ്ക്ക് കൂടി 2-ാം വർഷം പലിശ കണക്കുകൂട്ടുമെന്നർത്ഥം. അപ്പോൾ 2-ാം വർഷം കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിന് 1-ാം വർഷം ലഭിക്കുന്ന പലിശയുടെ പലിശ കണ്ടാൽ മതി എന്നർത്ഥം. ഇനി സൂത്രവാക്യത്തിൻ്റെ സഹായം തേടണമെങ്കിൽ പി തുകയ്ക്ക് 6% പ്രകാരം കൂട്ടുപലിശയ്ക്കും സാധാരണ പലിശയ്ക്കും 2 കൊല്ലം കൊണ്ടുള്ള വ്യത്യാസം പി × 6/100 ആയിരിക്കും. 5000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് സാധാരണ പലിശയാണെങ്കിൽ 5000 × 2 × 10/100 1000 രൂപ പലിശ കിട്ടും. കൂട്ടുപലിശയാണെങ്കിൽ 5000 × 1 + 10/100 അതായത് 5000 × 110 × 110/100 × 100 6050 - 5000 1050 രൂപ പലിശ കിട്ടും. ആദ്യ വർഷം 2 രീതിയിലും പലിശ 500 രൂപ തന്നെയായിരിക്കും. 2-ാം വർഷം സാധാരണ പലിശ നിരക്കിൽ വീണ്ടും 500 രൂപ തന്നെ കിട്ടും. കൂട്ടുപലിശയാണെങ്കിൽ ആദ്യ വർഷത്തെ പലിശയായ 500 രൂപയ്ക്ക് കൂടി 10% പലിശ കൂടുതൽ കിട്ടും. 500 × 10/100 50 രൂപ കൂടുതൽ കിട്ടുമെന്നർത്ഥം. ഇനി മറ്റൊരു ശൈലിയിലുള്ള ചോദ്യം പരിശോധിക്കാം. ഒരാൾ ബാങ്കിൽ നിന്ന് 15% പലിശയ്ക്ക് ലോൺ എടുത്തു. 2-ാം കൊല്ലാവസാനം തിരിച്ചടച്ചപ്പോൾ കൂട്ടുപലിശയായിരുന്നതിനാൽ സാധാരണ പലിശയേക്കാൾ 450 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ ലോൺ എടുത്ത തുക എത്രയാണ്? ചോദ്യം ആദ്യമായി കേൾക്കുമ്പോൾ ഏറെ സങ്കീർണമാണ് എന്ന് തോന്നിപ്പോകും. പക്ഷേ 2 വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യ വർഷത്തെ പലിശയ്ക്കുള്ള പലിശയാണ്. ആദ്യ വർഷത്തെ പലിശ മുതലിനോട് ചേർത്ത് അതിൻ്റെ പലിശ 2-ാം വർഷം കണക്കാക്കുന്നതാണല്ലോ കൂട്ടുപലിശയുടെ രീതി. ഈ വ്യത്യാസമാണ് 450 രൂപ എന്ന് പറയുന്നത്. 15% നിരക്കിൽ 2-ാം വർഷത്തെ പലിശ 450 രൂപ വരണമെങ്കിൽ ആദ്യ വർഷത്തെ പലിശ എത്രയായിരിക്കണം? ആദ്യ വർഷത്തെ പലിശ × 15/100 ആണ് 450 രൂപ. അപ്പോൾ ആദ്യ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 450 × 100/15 3000 രൂപ. ഈ 3000 ആദ്യ വർഷത്തെ പലിശയാണ്. അപ്പോൾ മുതൽ എത്രയാണെന്ന് കണക്ക് കൂട്ടാം. പലിശ I = PNR മുതൽ × 15/100 3000. മുതൽ 3000 × 100/15 20000 രൂപയാണ് മുതൽ. ഇനി ഈ കണക്ക് സൂത്രവാക്യത്തിൻ്റെ സഹായത്തോടെ ചെയ്യണമെങ്കിൽ 2 വർഷം കൊണ്ട് സാധാരണ പലിശയിലും കൂട്ടുപലിശയിലും വരുന്ന വ്യത്യാസം P × 6/100 P × 15/100 × 15/100 450. P 450 × 100/15 × 100/15
20,000 രൂപ. സാധാരണ പലിശയും കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണക്കുകൾക്കുള്ള കുറുക്കുവഴികൾ നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.